നല്ല ശബ്ദവും ഹെവി വെയിറ്റുമായ തമ്പർ മോട്ടോർ സൈക്കിളുകളിൽ നിന്ന് ഒരു സൈലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്കുകളിലേക്കുള്ള ആറിയുടെ യാത്രയിലുള്ള തുടക്കമാണല്ലോ C6 ഫ്ലൈറ്റ് ഫൈ. അപ്പം ആറിക്ക് അറിയാം ഇതൊരു പരീക്ഷണമാണ്. കാരണം ആറിയുടെ ബ്രാൻഡോ അല്ലെങ്കിൽ ആറിയുടെ ലെഗസിയോ ഇഷ്ടപ്പെടുന്ന ഒരു പെട്ടെന്ന് ഒരു സൈലന്റ് ആയിട്ടുള്ള ലീൻ ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടി ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് C6 ഫ്ലൈയിങ് ഫ്ലൈ അവരൊരു പരീക്ഷണ വസ്തുവായിട്ട് ഇറക്കിയിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം മറ്റൊന്നാണ്. അതിലേക്ക് ഞാൻ പറയാം. പക്ഷേ C6 ഫ്ലൈയിങ് ഫ്ലൈ എന്താണ് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ പാരമ്പര്യത്തിൽ ഊന്നണമായിരുന്നു. അതായത് ആരുടെ ലെഗസി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആയ വേൾഡ് വാർ 2 ഉപയോഗിച്ചിട്ടുള്ള C6 ഫ്ലൈയിങ് ഫ്ലൈയെ ആധാരമാക്കിക്കൊണ്ട് ഈ ബൈക്ക് അവർ ഇറക്കിയിട്ടുള്ളത്. ഫ്ലൈയിങ് ഫ്ലൈ ഒരു ഓവർ എഞ്ചിനീയർഡ് ബൈക്കാണ്. കാരണം ലെഗസിയിൽ ഊന്നാൻ വേണ്ടിയിട്ട് അതിനെ മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗേർഡഡ് ഫോക്കുകൾ അല്ലെങ്കിൽ ആ എക്സോസ്കെലിറ്റൺ. ഒറിജിനൽ ബൈക്കിലെ എക്സോസ്കെലിറ്റൺ ആക്ച്വലി അത് എയർ ഡ്രോപ്പ് ചെയ്യും, പാരഷൂട്ടിൽ നിന്ന് എയർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു കേജാണ്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ യുഗത്തിലേക്ക് ഇന്നത്തെ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ എഞ്ചിനീയറിംഗ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതേസമയം അതിൽ കൂടുതൽ എഫേർട്ട് ആക്ച്വലി എൻ്റെ ഡ്രൈവ് ഡൈനാമിക്സ് ബാറ്ററീസിലും അല്ലെങ്കിൽ ഡ്രൈവ് മോഡിൻ്റെ ഫങ്ഷനിങ്ങിലും അതിൻ്റെ ടെസ്റ്റിങ്ങിലും ഒക്കെ മെനക്കെട്ടിട്ട് നല്ല എഞ്ചിനീയറിംഗ് ഉള്ള വാഹനമാണെങ്കിൽ പോലും ഈസ്തറ്റിക് വൈസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൈക്കിളിൽ കയറിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കത് കാണുമ്പോൾ തോന്നുന്നത്. കാരണം വളരെ ലീനാണ്, അതുപോലെ വളരെ ഷോർട്ടാണ്. അപ്പം 19 ഇഞ്ച് വീൽസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കത് കാണുമ്പോൾ ഒരു BS SLRൻ്റെ ഒരു ഫീലാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ കൊണ്ട് തീരുന്നില്ല. S6 എന്ന് പറയുന്ന മോഡൽ ഇനി ഇറങ്ങാറുണ്ട്. അതൊരു റെട്രോ ലുക്കിംഗ് ബൈക്കാണ്, റെട്രോ ഡിസൈനാണ്. അതിലും ഉപരിയായിട്ട് വരാനിരിക്കുന്നത് ഇലക്ട്രിക് ഹിമാലയനാണ്. അപ്പം ഇലക്ട്രിക് ഹിമാലയനിലാണ് ആറിയുടെ ഫോക്കസ് മൊത്തം. അതിന് മുൻപുള്ള ഒരു പടി എന്ന നിലയിലാണ് C6ഉം S6ഉം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഹിമാലയൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് സിറ്റി കമ്മ്യൂട്ടർ ബൈക്കായിട്ട് C6ഉം S6ഉം ആറി മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഫീഡ്ബാക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സും ഒക്കെ ചേർത്ത് വേണം ആറി ഹിമാലയൻ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള ബൈക്കുകളെ ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ടായിരുന്നില്ല ആറിയുടെ യാത്ര. പകരം ബോൺ ഇലക്ട്രിക് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമും അതിനുവേണ്ടി മാത്രമായിട്ടൊരു പുതിയ കമ്പനിയും രൂപീകരിച്ചുകൊണ്ടാണ് ഈ ഇലക്ട്രിക് യാത്ര ഇവർ തുടങ്ങുന്നത്. അൾട്രാ വയലറ്റ് പോലുള്ള കമ്പനികളോട് പിടിച്ചു നിൽക്കുകയും അതേസമയം കമ്പനിയുടെ ഹെറിറ്റേജും ലെഗസിയും കാത്തു സൂക്ഷിക്കുന്ന ഡിസൈനും ഫിലോസഫിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു അപ്രോച്ചിൽ മാത്രമേ ആറിക്ക് സാധിക്കുകയുള്ളൂ. ഈ യാത്രയിൽ ആറിയുടെ വിജയം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിൽ ആറി ഇലക്ട്രിക് ഹിമാലയൻ ഒരു വലിയ പങ്ക് വഹിക്കാനും ഉണ്ടാവും.